സെഷനാണ്. രണ്ടാമത്തെ സെഷൻ എന്ന് പറയുമ്പോൾ ശ്രീരൂപ ഗോസ്വാമിയെ കുറിച്ചുള്ള ക്ലാസിന്റെയും രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ രൂപ ഗോസ്വാമി പ്രഭുപാദിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളുടെ ആചാര്യ പരമ്പരയിലുള്ള വ്യക്തിത്വങ്ങൾ ശ്രീരൂപ ഗോസ്വാമി പ്രഭുപാദിനെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നമുക്കിന്ന് അദ്ദേഹത്തിന്റെ ഫാമിലി പരമ്പരയെ കുറിച്ചിട്ട് നമുക്കിന്ന് കേൾക്കാം. ഏത് ഫാമിലിയിലുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. സൗത്ത് ഇന്ത്യനായ അദ്ദേഹം എങ്ങനെ ബംഗാളിൽ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ മംഗളാചരണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരു, വൈഷ്ണവ, ഭഗവാൻ, 3 പേരോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടി. സോ ആ പ്രാർത്ഥനയോട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ നമ്മുടെ സെഷൻ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത്, വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്ന് തീർച്ചയായിട്ടും മറ്റൊരു മനോഹരമായ അല്ലെങ്കിൽ മഹത്തരമായ ഒരു ദിവസം കൂടെയാണെന്ന്. ഇന്ന് ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ഡിസപ്പിയറൻസ് ഡേ കൂടെയാണ്. നമ്മളെല്ലാവരും ഇന്ന് ഫാസ്റ്റിംഗ് ചെയ്തു. സോ തീർച്ചയായിട്ടും ആചാര്യന്മാരുടെ വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഇന്ന് വർണ്ണിക്കേണ്ടത്. പക്ഷെ ഇന്നിനെ നമ്മൾ പാർട്ട് 2 എന്ന നിലയിൽ നമ്മൾ ഇന്ന് ശ്രീരൂപ ഗോസ്വാമിയെ കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും ജസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല. പക്ഷെങ്കിലും ഒന്ന് ഓർക്കുന്നതിന് വേണ്ടി പല ആചാര്യന്മാര് രൂപ ഗോസ്വാമി പ്രഭുപാദിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്
എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന വിവരം നമ്മൾ അറിയുമ്പോൾ എത്രമാത്രം മഹാനായിരുന്നു അല്ലെങ്കിൽ മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ എന്ന് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് രൂപ ഗോസ്വാമി പ്രഭുപാദർ എന്ന് പറയുന്നത് ഈസ് നോൺ ആസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് അവർ കൃഷ്ണ കോൺഷ്യസ്നസ് മൂവ്മെന്റ്. നമുക്കറിയാം, നമ്മളെല്ലാവരെയും അറിയപ്പെടുന്നത് രൂപാനുഗാസ് എന്നാണ്. അതായത് രൂപ അനുഗാസ്, രൂപ ഗോസ്വാമിയുടെ അനുഗാമികൾ, അതായത് നമ്മൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന വരുന്ന വ്യക്തിത്വങ്ങൾ എന്ന അർത്ഥം വരുന്ന രൂപാനുഗാസ് എന്നാണ് ശ്രീ പ്രഭുപാദർ നമ്മളെ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമിയും ചൈതന്യ ചരിതാമൃതത്തിന്റെ ഓരോ അധ്യായം കഴിയുമ്പോഴും ശ്രീ രൂപ ഗോസ്വാമിയെയും രഘുനാഥ ഗോസ്വാമിയെയും വർണ്ണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ കൃപ കൊണ്ടാണ് തനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥം എഴുതാൻ സാധിക്കുന്നത് എന്ന ഭാവത്തില് ഉള്ള ശ്ലോകം എഴുതിക്കൊണ്ടാണ് ചൈതന്യ ചരിതാമൃതത്തിലെ ഓരോ അധ്യായവും അദ്ദേഹം തീർക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. സോ നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ഫാമിലി ലീനിയേജ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, അദ്ദേഹം യഥാർത്ഥത്തില് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ എന്ന് പറയുന്നത് വൃന്ദാവനത്തില് ഗോസ്വാമിമാരില് ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന്, വയസ്സില് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിരുന്നു സനാതന ഗോസ്വാമിയാണ് ഇവൻ രൂപ ഗോസ്വാമിയുടെ ഗുരുവായിട്ട് സങ്കല്പിച്ചിരുന്നതും. സോ എങ്കിലും ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരനെ അംഗീകരിച്ചിരിക്കുന്നത്. എല്ലാ 6 ഗോസ്വാമിമാരിലും ഏറ്റവും ഉന്നതനായ വ്യക്തിയായിട്ട് നമ്മൾ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരനെ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം രൂപമഞ്ജരി എന്ന് പറയുന്ന ഭഗവാന്റെ അല്ലെങ്കിൽ രാധാറാണിയുടെ ഏറ്റവും അടുത്ത തോഴിമാരിൽ ഒരാളായ രൂപമഞ്ജരിയുടെ അവതാരമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാല് ശ്രീമതി രാധാറാണിക്ക് 8 സഖികളുണ്ട് എന്ന് നമുക്കറിയാം. ആ സഖിമാരിലെ പോലെ തന്നെ ശ്രീമതി രാധാറാണിയെ സേവിച്ചിരുന്നവരാണ് മഞ്ജരികൾ എന്ന് പറയുന്നത്. ഈ മഞ്ജരിമാർ എന്ന് പറയുന്നത് ഗോപിമാരിൽ നിന്ന് അവർ വ്യത്യസ്തരാണ്. കാരണം ഗോപിമാരെക്കാൾ കുറച്ചുകൂടി പ്രായത്തിൽ കുറഞ്ഞവരാണ് മഞ്ജരിമാർ. അതായത് ഒരു 10 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവരാണ് ഈ മഞ്ജരിമാരെന്ന് പറയുന്നത്. ഇപ്പൊ മഞ്ജരിമാരും ഗോപിമാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഗോപിമാരെപ്പോഴും ഭഗവാനെ ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു പ്രേമമയി ഭാവത്തിൽ അവര് ഭഗവാനെ ആഗ്രഹിക്കുന്നു. അപ്പൊ പ്രേമഭാവത്തിൽ ഭഗവാനെ അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ മഞ്ജരിമാര് അങ്ങനെയല്ല. എന്നാൽ അവർ ആ തലത്തിലാണ് എങ്കിലും ഒരിക്കലും ഭഗവാനെ ഒരു പ്രേമി ഭാവത്തിൽ അവര് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ ഭാവത്തിൽ ഭഗവാനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുകയാണ് മഞ്ജരിമാര് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതാണ് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാല് മഞ്ജരിമാരും ഗോപിമാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ മുമ്പ് പറഞ്ഞ പോലെ ഏതാണ്ട് 10 മുതൽ 14 വയസ്സ്, 10നും 14 വയസ്സിനും ഇടയിലുള്ളവരാണ് മഞ്ജരിമാരെന്ന് പറയുന്നത്. സോ ഇവരും തീർച്ചയായിട്ടും ഗോപിമാർ എന്ന് തന്നെ പറയാം. പക്ഷെ ഇവർക്ക് ഭാവത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന മഞ്ജരിമാരെന്ന് പറയുന്നത് രൂപമഞ്ജരി എന്ന് പറയുന്നത് നമുക്കറിയാം രൂപ ഗോസ്വാമി പ്രഭുപാദർ. രൂപമഞ്ജരിയാണ് ഏറ്റവും മഞ്ജരിമാരിൽ ലീഡർ, ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിയാണ് രൂപമഞ്ജരി. ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരാണ് മഞ്ജരിയായിട്ട് ഇവിടെ വന്നത്. സോ പറയപ്പെടുന്നത് ഇൻ ദ സെൻസ് രൂപഗോസ്വാമിയിൽ കൂടി അല്ലാതെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ ഭാഗമാകാൻ സാധിക്കുകയില്ല. രൂപഗോസ്വാമി പ്രഭുപാദരുടെ കൂടി അല്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ പാദാതെ, അദ്ദേഹത്തിന് അനുമതി ഇല്ലാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കൂടി അല്ലാതെയോ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെയാണ് രൂപമഞ്ജരിയുടെ പെർമിഷൻ അല്ലെങ്കിൽ അനുവാദത്തോടുകൂടി, അല്ലെങ്കിൽ രൂപമഞ്ജരിയുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതനുസരിച്ച് പാലിക്കാത്തവർക്ക് രാധാകൃഷ്ണ ലീലയിലും ഭാഗമാകാൻ സാധിക്കുകയില്ല. സോ ദാറ്റ് ഇസ് ദേ ആർ കണക്റ്റഡ്. ആക്ച്വലി ദ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ടു നോ. സോ അതാണ് രൂപമഞ്ജരി എന്ന് പറയുന്നത്. പിന്നീടുള്ളത് രതിമഞ്ജരിയാണ്. രതിമഞ്ജരി എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയുടെ
ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു മഞ്ചരിമാരിൽ ഒരാളാണ് രതിമഞ്ചരി. രതിമഞ്ചരിയാണ് ഭൗതിക പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഇവിടെ ചൈതന്യ മഹാപ്രഭു അവതരിപ്പിച്ചപ്പോൾ രഘുനാഥ ദാസ ഗോസ്വാമിയായിട്ട് അവതരിച്ചത് രതിമഞ്ചരിയാണ്. പിന്നീടുള്ളത് ലവംഗമഞ്ചരി. ലവംഗമഞ്ചരി എന്ന് പറഞ്ഞാൽ വളരെ യങ്, അത്രയും സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അതാണ് ലവംഗി എന്ന പേരിൽ തന്നെ സൗന്ദര്യമുള്ള അംഗമുള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ലവംഗി മഞ്ചരി എന്ന് പറയുമ്പോൾ വളരെ സൗന്ദര്യം, യൂത്ത്ഫുൾനെസ്, ആ ഒരു എന്താ പറയാ യൗവന പ്രായത്തില് ഉള്ള ആ സൗന്ദര്യം കാണിക്കുന്ന വ്യക്തിയാണ് ലവംഗി മഞ്ചരി, ലവംഗ മഞ്ചരി എന്ന് പറയുന്നത്. പിന്നീട് അനംഗ മഞ്ചരി എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയുടെ ഒരു ഇളയ സഹോദരിയാണ്. രാധാറാണിയുടെ ഇളയ സഹോദരിയാണ് അനംഗ മഞ്ചരി എന്ന് പറയുന്നത്. പിന്നെ വിലാസമഞ്ചരി. വിലാസമഞ്ചരി എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്ലേഫുൾ നേച്ചറാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്കളി എന്ന് പറയത്തില്ല, ഒരു കുട്ടിക്കളി പോലെ അങ്ങനെ കളിച്ച് ചിരിച്ച് രസിച്ച് കളിച്ച് നടക്കുന്ന ഒരു ഭാവത്തിലുള്ള മഞ്ചരിയാണ് വിലാസമഞ്ചരി. അതായത് ആ പേരിൽ തന്നെ അവരുടെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിലാസം അല്ലെങ്കിൽ കളിച്ച് ഉല്ലസിച്ച് അല്ലെങ്കിൽ കളിച്ച് രസിച്ച് നടക്കുന്ന ഒരു പ്ലേഫുൾ ഭാവത്തിലുള്ള വ്യക്തിയാണ് വിലാസമഞ്ചരി. പിന്നീടുള്ള ഒരു മഞ്ചരി എന്ന് പറയുന്നത് ഗുണമഞ്ചരിയാണ്. ഗുണമഞ്ചരി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഉത്തമമായ ഗുണത്തോടു കൂടിയവളും അതുപോലെ തന്നെ പലതരത്തിലുള്ള എന്താ പറയാ ക്വാളിഫിക്കേഷൻ ഇൻ ദ സെൻസ് പല ഗുണങ്ങളും ഉള്ള ഒരു മഞ്ചരിയായിരുന്നു ഗുണമഞ്ചരി എന്ന് പറയുന്നത്. പിന്നെ രാസമഞ്ചരി എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും ഇന്റിമേറ്റ് റിലേഷൻഷിപ്പില് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്ന വ്യക്തിയായിരുന്നു രാസമഞ്ചരി. പിന്നെയുള്ളത് കസ്തൂരി മഞ്ചരിയാണ്. കസ്തൂരി മഞ്ചരി എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണിയുടെ പാദത്തെ സേവിക്കുന്നതിൽ ഏറ്റവും പ്രാഗൽഭ്യവും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിയാണ് എന്താ പറയാ കസ്തൂരി മഞ്ചരി എന്ന് പറയുന്നത്. പിന്നീടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള മഞ്ചരീസ് എന്ന് പറയുന്നത് മഞ്ജുളാലി മഞ്ചരി, പ്രേമ മഞ്ചരി, മണിമഞ്ചരി മുതലായ അനേകം മഞ്ചരിമാരുണ്ട്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട മഞ്ചരിമാരെന്ന് പറയുന്നത് ഇത്രയും പേരാണ്. സോ അതില് നമ്മൾ കണ്ടു രൂപമഞ്ചരിയുടെ അനുവാദമോ അല്ലെങ്കിൽ പെർമിഷനോ ഇല്ലാതെ നമുക്ക് രാധാ കൃഷ്ണ ലീലയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെയാണ് രൂപഗോസ്വാമി പ്രഭുപാദരുടെ പെർമിഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരാതെ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാതെ ഫോളോ ചെയ്യാതെ നമുക്ക് ഗൗരംഗ മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ ലീലകളില് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിൽ നമുക്ക് പങ്കുചേരാൻ നമുക്ക് സാധിക്കത്തില്ല. സോ ഹൗ ഇമ്പോർട്ടന്റ് ശ്രീല രൂപ ഗോസ്വാമി ഈസ് ഇൻ അവർ ഡിവോഷണൽ സർവീസ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ഫാമിലി എന്ന് പറയുന്നത് കർണാടകയില് ഉള്ള അവരുടെ ബേസ് യഥാർത്ഥത്തിൽ കർണാടകയിലാണ്. രൂപ ഗോസ്വാമി പ്രഭുപാദർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആൻസിസ്റ്റേഴ്സ് ഒരുപാട് 4-5 തലമുറ അതോ 5-6 തലമുറയ്ക്ക് മുൻപ് ഉണ്ടായിരുന്നവര് കർണാടകത്തിൽ നിന്നുള്ളതാണ്. സനാതന ഗോസ്വാമി എഴുതിയിരിക്കുന്ന ലഘുതോഷണി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ലഘുതോഷണി എന്ന് പറയുന്ന സനാതന ഗോസ്വാമി എഴുതിയിരിക്കുന്ന ആ ബുക്കില് ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഫാമിലി ലീനിയേജിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്നത് സനാതന ഗോസ്വാമി അല്ല, ജീവ ഗോസ്വാമി, അതായത് രഘുനാഥ ദാസ ഗോസ്വാമിയുടെ ഒരു അനന്തരവൻ ആയിട്ടുള്ള ജീവ ഗോസ്വാമി എഴുതിയിരിക്കുന്ന ലഘുതോഷണി എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഫാമിലി ലീനിയേജിനെ കുറിച്ചിട്ട് വിവരണങ്ങൾ നൽകിയിരിക്കുന്നത്. അത് പ്രകാരം പറയുന്നത് ഭരദ്വാജ ഗോത്രത്തില് കർണാടകയിലുള്ള ഭരദ്വാജ ഗോത്രത്തിലുള്ള ഒരു ബ്രാഹ്മിൺ കുടുംബത്തിലാണ് ഇവരുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവ രൂപ ഗോസ്വാമി പ്രഭുപാദർ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ജനിച്ചത്. സോ ഭരദ്വാജ ഗോത്രത്തിലുള്ള ബ്രാഹ്മണ കുടുംബം, അവരുടെ വേദം എന്ന് പറയുന്നത് യജുർവേദമായിരുന്നു. യജുർവേദമാണ് അവരുടെ വേദമായിട്ടുണ്ട്.
ഓരോ ഗോത്രത്തിന് ഓരോ വേദങ്ങളുണ്ട്, ഓരോ ആചാര്യന്മാരുണ്ട്, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അതാണ് ഭരദ്വാജ ഗോത്രത്തിലെ യജുർവേദമാണ് ഇവരുടെ വേദമായിട്ടുണ്ടായിരുന്നത്. സോ അതായത് ഭരദ്വാജ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണന്റെ പേരാണ് സർവജ്ഞ. സർവജ്ഞ എന്നാണ്. കുറെ പേരുകൾ നമ്മൾ ഇന്ന് കേൾക്കും, കുറച്ച് കൺഫ്യൂഷൻ ആകുമായിരിക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ലീനിയേജ് നമുക്ക് മനസ്സിലാവും. പറ്റുന്ന എത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം. വേണമെങ്കിൽ ചെറിയൊരു നോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫാമിലി ട്രീ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഫാമിലി ട്രീയെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ നമുക്ക് എത്രമാത്രമാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, സോ അദ്ദേഹത്തിന്റെ എന്തൊക്കെ ബുക്സ് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നും അതുപോലെ അതിനകത്ത് എത്രമാത്രം കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ കൃഷ്ണാവബോധത്തിലേക്ക് അല്ലെങ്കിൽ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലേക്ക് അദ്ദേഹം എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള മീറ്റിംഗ് അത് വളരെ വളരെ മനോഹരമായ ഒരു മീറ്റിംഗ്. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. പക്ഷേ എങ്കിലും ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഒരു പോയിന്റ് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് പ്രയാഗ്രാജിലുള്ള ദശാശ്വമേധ ഘാട്ട് എന്ന് പറയുന്ന ഒരു ഘാട്ടുണ്ട്. ആ ഘാട്ടിൽ വെച്ചാണ് രൂപ ഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭു തമ്മിൽ രണ്ടാമത്തെ തവണ മീറ്റ് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ തവണ മീറ്റ് ചെയ്യുന്ന ആ സമയത്ത് 10 ദിവസം മഹാപ്രഭുവും ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരും തമ്മില് കോൺവെർസേഷൻ ആയിരുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ട് മഹാപ്രഭു സ്വയം പറയുന്നുണ്ട്. രസകരമായ ഒരു സംഭവം. അപ്പം ഈ ഒരു ഡിവോഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ആഴത്തിലുള്ള, അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷിൽ വാക്ക് പറയും ഫാഥംലെസ് എന്ന് പറഞ്ഞാൽ അടിഭാഗം കാണാൻ സാധിക്കാത്ത അത്രയും അഗാധമായ ഒരു ആഴക്കടലാണ്. അഗാധം മാത്രമല്ല 4 സൈഡിലേക്കും പരന്നു കിടക്കുന്ന ഒരു സാഗരമായിട്ടാണ് ഡിവോഷനെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയിൽ വെച്ച് നമ്മൾ ക്ലാസ് നടക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെല്ലാവരും സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഷ്യനാണ് ഡിവോഷൻ. ഓഷ്യൻ ജസ്റ്റ് ഒരു പ്രാസത്തിൽ ഇത് പറയുന്നതാണ്. അപ്പൊ ഡിവോഷനില് നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലുണ്ട്. ആ കപ്പലിന്റെ പേരാണ് വർഷിപ്പ് എന്ന കപ്പലിൽ ഡിവോഷൻ എന്ന സാഗരത്തിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വർഷിപ്പ് എന്ന ഷിപ്പിനെ തട്ടി താഴെയിടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ ഒരു ഫിഷ് ഉണ്ട്. എന്താണ് ആ ഫിഷ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ല ക്ലാസ്സിൽ പറഞ്ഞ ആരെങ്കിലും കേട്ട ഓർമ്മയുണ്ടോ? ഒരു ഫിഷ് ഉണ്ട്. എന്താണ് ആ ഫിഷ്? സെൽഫിഷ്. വെരി ഗുഡ്. സെൽഫിഷ് എന്ന് പറയുന്ന ഫിഷ് നമ്മുടെ ആ വർഷിപ്പ് എന്ന ഷിപ്പിനെ ആ ആഴക്കടലിലേക്ക് തട്ടിയിടും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. എനിവേ, എന്റെ സബ്ജക്റ്റ് അതല്ലായിരുന്നു, ജസ്റ്റ് ഒരു പോയിന്റ് ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. സോ ആ ഡിവോഷൻ എന്ന് പറയുന്ന ആ ഒരു ആഴക്കടൽ ഈവൻ അപ്പം ചൈതന്യ മഹാപ്രഭു, ഐ വിൽ കോട്ട് ദ ശ്ലോക ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. പക്ഷെ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. മഹാപ്രഭു പറഞ്ഞ ഒരു പോയിന്റ് ആണ് അതില്, ഈ പറഞ്ഞ ഭക്തിയുടെ സാഗരം എന്ന് പറയുന്ന സാഗരത്തിന്റെ ഒരു ഡ്രോപ്പ് മാത്രമാണ് ഞാൻ നിനക്ക് നൽകിയത് എന്ന് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരോട് മഹാപ്രഭു പറയുന്നു. So I'm giving you only one drop of that real ocean. അപ്പൊ ചെറിയൊരു ഓഷ്യനിലുള്ള ഒരു ഡ്രോപ്പ് മാത്രമാണ് ഞാൻ നിനക്ക്. 10 ദിവസത്തെ ഡിസ്കഷനിന് ശേഷം മഹാപ്രഭു പറയുകയാണ്, അതായത് അത്ര എന്താ പറയാ ഡീപ്പായിട്ടുള്ള ആ ഒരു ഡിസ്കഷനില് അത്രയും 10 ദിവസം വർണ്ണിച്ചു കൊടുത്തതിന് ശേഷം പറയുകയാണ്, I have given you only a drop from that ocean. അല്ലെങ്കിൽ എക്സാക്ട്ലി ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷനിലെ പ്രഭാവം അവിടെ പറയുന്നത് എന്താ വെച്ചാല്, നീ അതിലൊന്ന് തൊട്ട് നക്കിയിട്ടേ ഉള്ളൂ എന്നാ പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് എ ഡ്രോപ്പ്, ടേസ്റ്റ് ദാറ്റ് ഡ്രോപ്പ്. ഞാൻ പറയാൻ വന്നതാണ്, വിത്ത് ദാറ്റ് വൺ ഡ്രോപ്പ്
വിച്ച് കൺസ്യൂംഡ് ബൈ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ. ആ ഒരു ഡ്രോപ്പ് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ കൺസ്യൂം ചെയ്ത ആ ഒരു ഡ്രോപ്പിൽ നിന്ന് he has given an ocean to us which is Bhakti Rasa Amrita Sindhu. ആലോചിക്കുക. സോ അപ്പോ ആലോചിക്കുക, what a wide ocean is the devotion means. എത്രമാത്രം വലിയൊരു ഓഷ്യനാണ് ഭക്തിയുടെ ആ ഡിവോഷൻ എന്ന് പറയുന്നത്. അതായത് മഹാപ്രഭു പറഞ്ഞു, ഡിവോഷൻ എന്ന് പറയുന്ന ഓഷ്യന്റെ ഒരു ഡ്രോപ്പ് മാത്രമാണ് നീ കുടിച്ചത് എന്ന് പറഞ്ഞ് ആ ഒരു ഡ്രോപ്പ് കുടിച്ച രൂപ ഗോസ്വാമി പ്രഭുപാദ് നമുക്ക് തന്ന വലിയൊരു ഓഷ്യനാണ് ഭക്തിരസാമൃത സിന്ധു. എത്ര രസകരമായിരിക്കും അല്ലെ? സോ ആ ഇവൻ ഭക്തിരസാമൃത സിന്ധുവിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹി ഹാസ് ഗിവൺ 4 സൈഡ്സ്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് എന്ന് പറയുന്ന 4 സൈഡിലായിട്ട് ഭക്തിരസാമൃത സിന്ധു വായിച്ചിരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ 4 വേവ്സിനെ കുറിച്ചിട്ട് വിൽ ഡിസ്കസ് ദാറ്റ് ഫർദർ ലേറ്റർ. സോ അങ്ങനെ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ ആ 10 ദിവസം അവിടെ വെച്ചാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത്. സോ അപ്പൊ അങ്ങനെ കർണാടകയിൽ നിന്ന് വന്ന ആ ഫാമിലി സർവജ്ഞ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സോ ആ സർവജ്ഞ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു അവരുടെ 7ാമത്തെ ആ സർവജ്ഞ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഏതാണ്ട് 6ാമത്തെയോ 7ാമത്തെയോ ജനറേഷനാണ് ശ്രീ രൂപ ഗോസ്വാമി. സോ കർണാടകയിലാണ് ഈ സർവജ്ഞ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്നത്. അവര് ദേ ആർ നോട്ട് നോർമൽ പീപ്പിൾ, ദേ ആർ ഓൺ ദ ഹരേ കൃഷ്ണ, എക്സ്ക്യൂസ് മീ. ഹരേ കൃഷ്ണ, ഞാൻ വേറൊരു സ്ഥലത്താണ്, ഐ തിങ്ക് ഡോർ നോക്കിയതുപോലെ തോന്നിയതുകൊണ്ടാണ്, സോറി, എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. സോ അവർ സാധാരണ ആൾക്കാരല്ല, ദേ ആർ ലൈക്ക് റോയൽ പീപ്പിൾ. അതുപോലെ തന്നെ അവർ വളരെ വൈഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. ഇപ്പൊ സർവജ്ഞ എന്ന് പറയുന്ന അവരുടെ ഫാമിലിയെ അറിഞ്ഞുകൊണ്ടിരുന്നത് ജഗദ്ഗുരു എന്ന സ്റ്റാറ്റസിലാണ് അവരിവനെ അറിഞ്ഞുകൊണ്ടിരുന്നത്. സോ ദേ ആർ ലൈക്ക് ജഗദ്ഗുരു. സോ അങ്ങനെ ഈ സർവജ്ഞ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അനിരുദ്ധ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായിരുന്നു. അനിരുദ്ധ എന്ന് പറയുന്ന ഒരു പുത്രൻ, അദ്ദേഹവും സെയിം കാറ്റഗറിയാണ്, ലൈക്ക് വെരി വെൽ സ്കോളർലി ആയിട്ടുള്ള ആളായിരുന്നു. അനിരുദ്ധൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 2 പുത്രന്മാരിൽ നിന്നാണ് യഥാർത്ഥ ഡിവിഷൻ അവിടെ ഉണ്ടാവുന്നത്. സോ അതിന്റെ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ സർവജ്ഞനൊരു പുത്രൻ ഉണ്ടായിരുന്നു, അനിരുദ്ധന് 2 പുത്രന്മാരുണ്ട്. ആ 2 പുത്രന്മാരുടെ പേരാണ്, ഒന്ന് ഹരിഹര, 2 രൂപേശ്വര. രൂപേശ്വര കറക്റ്റ്. അതായത് അനിരുദ്ധന്റെ 2 പുത്രന്മാരുടെ പേരാണ്, ഒന്ന് ഹരിഹരനും 2 രൂപേശ്വരനും. രൂപേശ്വരൻ എന്ന് പറയുന്ന വ്യക്തി സെയിം ലൈക്ക് ഹിസ് പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ, സ്പിരിച്വലി വെൽ സ്കോളേർഡ്, വളരെ നല്ല സ്കോളർലി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആ ജഗദ്ഗുരു എന്ന സ്ഥാനത്തെ പാലിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു രൂപേശ്വർ. എന്നാൽ ഹരിഹരൻ വാസ് എക്സ്പേർട്ട് ഇൻ വെപ്പൺറി, ആയുധകലയിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു ആര്? ഹരിഹരൻ. സോ അനിരുദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയുടെ 2 പുത്രന്മാരായ ഹരിഹരനും രൂപേശ്വരനും എന്ന് പറയുന്നതില് രൂപേശ്വരൻ എന്ന് പറയുന്ന വ്യക്തി വെൽ സ്കോളർലി, അതുപോലെ ജഗദ്ഗുരു എന്ന പൊസിഷനിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയും, എന്നാൽ ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തി വെപ്പൺറിയില് വളരെ പ്രാവീണ്യം നേടിയവനായിരുന്നു. സോ അനിരുദ്ധൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം 2 മക്കൾക്കും ഈക്വലായിട്ട് ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഈക്വലായിട്ട് ഭാഗിച്ചു കൊടുത്തതിന് ശേഷം അനിരുദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണശേഷം ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പറഞ്ഞതുപോലെ ആയുധകലയിൽ വളരെ പ്രാവീണ്യം നേടിയ വ്യക്തി ആയതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നടക്കുന്ന പോലെ അന്നത്തെ കാലത്ത് നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് തെളിവായിട്ട് കാണാൻ സാധിക്കും. ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തി രൂപേശ്വരനെ ബൈ ഫോഴ്സ്, അല്ലെങ്കിൽ
തന്റെ ശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഹരിഹരന്റെ പേരിൽ എഴുതി മേടിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. He was forced to go away from കർണാടക. അപ്പൊ അങ്ങനെയാണ് അവര് ആ ഭാഗത്ത് നിന്ന് ഒരു വിങ്, ഹരിഹരൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ തന്നെ താമസിച്ചു. എന്നാൽ രൂപേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് ലഘു ഇതിൽ ആ ബുക്കിൽ ജീവഗോസ്വാമി എഴുതിയിരിക്കുന്ന ആ ബുക്കിൽ ലഘുതോഷണി എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിരിക്കുന്ന പ്രകാരം he was being transferred to പൗരസ്ത്യദേശ. പൗരസ്ത്യദേശ എന്ന് പറഞ്ഞാൽ പൂർവ ഭാരതത്തിന്റെ ഭാഗം. പൂർവ്വ ഭാരതത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഒഡീസ, ബംഗാൾ, ആസാം, ആ ഒരു ഏരിയ എല്ലാം കൂടെ വരുന്ന ഒരു ഭാഗമാണ് പൗരസ്ത്യദേശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ലഘുതോഷണി എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിരിക്കുന്നത് he's been forced to move to പൗരസ്ത്യദേശ. പൗരസ്ത്യദേശ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ബൈ ഫോഴ്സ് അങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ അതിനുശേഷം പൗരസ്ത്യദേശത്തിൽ ചെന്നതിന് ശേഷം പക്ഷെ രൂപേശ്വർ വാസ് വെൽ സ്കോളർ, വളരെ നല്ല സ്കോളർ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഈവൻ ആ പ്രദേശത്ത് നിന്ന് അദ്ദേഹത്തിന് മാറി താമസിക്കേണ്ടി വന്നുവെങ്കിലും ഹി വാസ് വെൽ, എന്താ പറയാ, വളരെ നല്ല കഴിവുണ്ടായിരുന്ന വ്യക്തി ആയതുകൊണ്ട് അതിന് വീണ്ടും ഉയർച്ചയിലേക്ക് വരാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് എന്താണ് നമ്മൾ പറഞ്ഞ പൗരസ്ത്യദേശത്തിൽ നിന്ന് അവിടെ താമസിച്ചു തുടങ്ങിയ സമയത്ത് രൂപേശ്വരന് വീണ്ടും അവിടെ കല്യാണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് മറ്റൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരാണ് പത്മനാഭ. സോ പത്മനാഭന് രൂപേശ്വരനേക്കാളും എല്ലാ ഗുണങ്ങളും, അതായത് സ്പിരിച്വലിയും ഫിനാൻഷ്യലിയും ഹി വാസ് സൗണ്ട്. സോ രൂപേശ്വർ അത് കെട്ടിപ്പിടുത്ത് വരികയായിരുന്നു. എന്നാൽ രൂപേശ്വരന്റെ പുത്രനായ പത്മനാഭന് ഫിനാൻഷ്യലിയും ആധ്യാത്മികപരമായിട്ടുള്ള നോളജിലും ഹി വാസ് വെൽ എക്യുപ്ഡ്. അങ്ങനെ അദ്ദേഹം അതിനെല്ലാം വേണ്ട രീതിയിൽ സമ്പാദ്യങ്ങളെല്ലാം സ്വരൂപിച്ചതിന് ശേഷം they moved to നാബഹട്ട അല്ലെങ്കിൽ നായ്ഹട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇന്ന് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്ഥലമാണ് നായ്ഹട്ടി. ആ നായ്ഹട്ടി എന്ന് പറയുന്ന ഇറ്റ് ഇസ് നോട്ട് ജസോർ ആണ്. യെസ്, ഐ തിങ്ക് നായ്ഹട്ടി മേ ബി ഇൻ ഈസ്റ്റ് ബംഗാളിലും ആകാം കേട്ടോ. ഐ ജസ്റ്റ് നോട്ട് കൺട്രി കൺഫേം ദാറ്റ്. എനിവേ നായ്ഹട്ടി എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് പത്മനാഭൻ മൂവ് ചെയ്തു. പത്മനാഭന് കുറച്ച് കുട്ടികളൊന്നും അല്ല ഉണ്ടായിരുന്നത്. 18 പുത്രിമാരും 5 പുത്രനും ഉണ്ടായിരുന്നു. 18 പുത്രിമാരും 5 പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടെയാണ് അവര് നായ്ഹട്ടിയിലേക്ക് മാറി എന്ന് പറയുന്നത്. അതില് അവസാനത്തെ പുത്രന്റെ പേര്, അതായത് പത്മനാഭന്റെ അവസാനത്തെ പുത്രന്റെ പേരാണ് മുകുന്ദൻ. മുകുന്ദൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും മുകുന്ദ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പുത്രന്റെ പേര്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എല്ലാം ക്ലിയർ ആണോ? ഫ്ലോ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? എവരിബഡി ഈസ് ഓക്കേ? മറ്റുള്ളവരെല്ലാവരും എന്ത് പറയുന്നു? വെരി ഗുഡ്. ഓക്കെ, വിൽ ഗോ ഫർദർ. സോ ഇപ്പം നമ്മളിപ്പോ എവിടെ നിർത്തി? പത്മനാഭന് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു പറഞ്ഞത്? 18 പുത്രന്മാരും 18 പുത്രനല്ല, 18 പുത്രിമാരാ. ആരോ ഒരാൾ 18 പുത്രൻ എന്ന് പറഞ്ഞു. 18 പുത്രിയും 5 പുത്രൻ. അതിൽ 5ാമത്തെ പുത്രൻ ഇളയ പുത്രന്റെ പേരെന്താണ്? മുകുന്ദ. യെസ്, നമ്മളുടെ ഹീറോ അവിടെയാണ് വരുന്നത്. നമ്മളുടെ ഹീറോ അവിടെ വരാൻ തുടങ്ങുകയാണ്. ആ മുകുന്ദ എന്ന് പറയുന്ന വ്യക്തി, അതായത് പത്മനാഭന്റെ 5ാമത്തെ പുത്രനായ മുകുന്ദ, അദ്ദേഹം മുകുന്ദയും ഫാമിലിയുമാണ് ജസോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഇന്ന് ഈസ്റ്റ് ബംഗാളിലുള്ള, അന്ന് ഇതെല്ലാം ഒരു സ്ഥലമായിട്ട് കിടന്ന, ഒരു രാജ്യമായിട്ട് കിടന്ന ഭാഗമായിരുന്നില്ല. ഇത് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും എന്നൊന്നും സെപ്പറേറ്റ് ഇല്ലായിരുന്നു. എല്ലാം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പൊ ഇന്നത് ഈസ്റ്റ് ബംഗാളിൽ അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശിലാണ് ജസോർ എന്ന് പറയുന്ന സ്ഥലം.
ഇപ്പൊ ജസോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവര് മൂവായി. അങ്ങനെ മുകുന്ദ എന്ന് പറയുന്ന ആൾക്കുണ്ടായ 3 കുട്ടികളുടെ പേരാണ് സന്തോഷ, അമര, ശ്രീവല്ലഭ. ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആരുടെ പുത്രനാണ്? മുകുന്ദ. മുകുന്ദ എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രന്റെ പേരാണ് സന്തോഷ, അമര, ശ്രീവല്ലഭ. ഇവരാണ് നമ്മളുടെ ഹീറോ. സന്തോഷ ലേറ്റർ ബിക്കം രൂപ ഗോസ്വാമി, അമര ലേറ്റർ ബിക്കം സനാതന ഗോസ്വാമി, ശ്രീവല്ലഭ ലേറ്റർ ബിക്കം അനുപമ. സോ ഈ 3 പേരാണ് നമ്മളുടെ ആചാര്യന്മാരിൽ പ്രമുഖരിലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ. സോ ഇനി സ്റ്റോറി കഴിഞ്ഞിട്ടില്ല, സ്റ്റോറി ഇസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്, ബിഗിനിങ് ആയിട്ടുള്ളൂ. സോ ഇതിന് ശേഷം ഈ no. I have a mistake. I did a mistake here. Sorry, I did a mistake here. ഇതിനിടയ്ക്ക് ഒരു വ്യക്തിയുണ്ട്. മുകുന്ദന്റെ പുത്രൻ കുമാരദേവൻ. കുമാരദേവന്റെ പുത്രന്മാരാണ് ഈ 3 പേർ. മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്യുക. ഞാനത് സോറി, അത് ഫ്ലോയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഇതായാണ്. മുകുന്ദന്റെ പുത്രനാണ് കുമാരദേവൻ. കുമാരദേവന്റെ പുത്രന്മാരാണ് സന്തോഷ, അമര ആൻഡ് ശ്രീവല്ലഭ. ഓക്കെ, എല്ലാം കറക്റ്റ് ചെയ്തല്ലോ, നോട്ട് ചെയ്തല്ലോ. സോറി ഫോർ ദാറ്റ്. കറക്റ്റ് ചെയ്തോ എല്ലാവരും? സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇത് ശ്രീവല്ലഭ. അനുപമ എന്നാണ്. അല്ല, ഗോസ്വാമി അല്ല. ഹീസ് നോട്ട് എ ഗോസ്വാമി, ബട്ട് ഹീസ് വൺ ഓഫ് ദ ആചാര്യ. ആര്? കുമാരദേവൻ. കുമാരദേവയാണ്. കുമാരദേവന്റെ പുത്രന്മാരാണ് സന്തോഷ, അമര ആൻഡ് ശ്രീവല്ലഭ. ഈ 3 പേര്. സോ ഇവരിൽ 3 പേര് എന്നിട്ട് അവർ വീണ്ടും അവിടെ നിന്ന് ഇപ്പൊ ജസോർ എന്ന് പറയുന്ന സ്ഥലത്ത് പോന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അവര് ഗൗഡദേശത്തിലേക്ക്, അതായത് ബംഗാൾ, ഇപ്പൊ നമ്മുടെ ഈ ഇപ്പോഴുള്ള നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക് അവർ വീണ്ടും മൂവ് ചെയ്തു. അവിടെയാണ് അവര് അവിടെ നിന്നിരുന്നത്. എനിക്കൊന്നു ഏതാണ് സ്ഥലത്തിന്റെ പേര്? രാംകേളി ഭാഗത്തേക്കാണ് അവര് പിന്നീട് മൂവ് ചെയ്തത്. കാരണം അവിടെ വെച്ചാണ് ചൈതന്യ മഹാപ്രഭുവും ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരും തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് രാംകേളി. അപ്പൊ അതിനോട് ചേർന്നുള്ള ഭാഗത്തേക്കാണ് അവര് പഠിക്കാനും അതിനുള്ള തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവര് അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഈ 3 ബ്രദേഴ്സ് ആരൊക്കെയാണ്? സന്തോഷ, അമര ആൻഡ് ശ്രീവല്ലഭ. ഇവർ 3 പേരും ദ വെരി എക്സ്പേർട്ട് ഇൻ സ്റ്റഡീസ്. പഠിത്തത്തിൽ അവർ വളരെ മിടുക്കന്മാരായിരുന്നു. അങ്ങനെ മിടുക്കന്മാരായിരുന്നത് കൊണ്ട് അവര് പല വിഷയങ്ങളിലും, ന്യായശാസ്ത്രം, അതുപോലെ തന്നെ അതുപോലുള്ള ന്യായശാസ്ത്രം മുതലായ പല വിഷയങ്ങളിലും അവര് വളരെയധികം എക്സ്പേർട്ടായിരുന്നു. അവർ പഠിച്ച ഗുരു എന്ന് പറയുന്നത്, അവരെ പഠിപ്പിച്ച ഗുരു എന്ന് പറയുന്നത് വാസുദേവ സർവഭൗമ ഭട്ടാചാര്യ എന്ന് പറയുന്ന വ്യക്തി. വാസുദേവ സർവഭൗമ ഭട്ടാചാര്യ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ഇവർ ഇതെല്ലാം പഠിച്ചത്. ഇവരങ്ങനെ എക്സ്പേർട്ടായിട്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ ഈ വാസുദേവ സർവഭൗമ ഭട്ടാചാര്യയും അതുപോലെ മധുസൂദന വിദ്യാവചസ്പതി എന്ന് പറയുന്ന ഈ 2 ബ്രദേഴ്സ്, ഇവർ 2 പേരിൽ നിന്നാണ് ഈ 3 ബ്രദേഴ്സ് ന്യായശാസ്ത്രം മുതലായ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു വന്നതിന് ശേഷം അവരുടെ എക്സ്പേർട്ടായി അവര് കുറച്ച് ഫേമസ് ആയ സമയത്താണ് നമ്മുടെ അടുത്ത ഒരു വ്യക്തി അവിടെ കയറി വരുന്നത്. ആരാണ്? അലാവുദ്ദീൻ ഹുസൈൻ ഷാ എന്ന് പറയുന്ന രാജാവ്. മുഗൾ സാമ്രാജ്യത്തിന്റെ രാജാവായ അലാവുദ്ദീൻ ഹുസൈൻ ഷാ. ആരുടെയും അൺമ്യൂട്ട് ആവുന്നുണ്ടല്ലോ, ദയവായിട്ട്. അത് ഈ പ്രദീപൻ എന്ന് പറയുന്ന കണക്ഷൻ അൺമ്യൂട്ട് ആവുന്ന ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണൻ. ഓക്കെ, സോ എന്താണ് ഇവർ 2 പേരിൽ നിന്ന് പഠിച്ചു. ഇവർ എക്സ്പേർട്ട് ആയ ശേഷം ഏതാണ്ട് 1490-കളില് നമ്മുടെ ആ ബംഗാൾ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്ന രാജാവാണ് അലാവുദ്ദീൻ ഹുസൈൻ ഷാ എന്ന് പറയുന്ന 1990 ആ സമയങ്ങളിലാണ്. ആ സമയത്ത് ഇദ്ദേഹം ഈ 3 സഹോദരന്മാരെ കുറിച്ച് അറിയുകയും ബൈ ഫോഴ്സ് നിർബന്ധിച്ച് അവരെ അവരുടെ രാജ കൊട്ടാരത്തിലെ
സേവകന്മാരാക്കി തീർക്കുകയും ചെയ്തു. സേവകന്മാരെന്ന് പറഞ്ഞാൽ നിസ്സാര സേവകന്മാരിൽ they were given a very revered positions അല്ലെ. പിന്നീട് അവര് വലിയ പൊസിഷനിലേക്ക് പിന്നീടാണ് മാറുന്നത്. പക്ഷെ അവർ നല്ലൊരു revered പൊസിഷൻസ് കൊടുത്ത് അവരെ നിർബന്ധിച്ച് അവരെ കൊട്ടാരത്തിലേക്ക് വരുത്തിച്ചു, അവിടുത്തെ സേവകന്മാരായിട്ട് നിയോഗിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം അന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ ഹിന്ദു മത സംസ്കാരത്തിൽ അല്ലെങ്കിൽ പറഞ്ഞ സോക്കോൾഡ് ഹിന്ദു, സനാതനമല്ല, സോക്കോൾഡ് ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതം അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുമായിട്ട് സഹവസിക്കുകയോ ഇടപഴകുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ ഒരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ സനാതന ഗോസ്വാമി ശ്രീവല്ലഭനെ എടുത്തില്ലായിരുന്നു. ഈ രണ്ടുപേരെ, സനാതന ഗോസ്വാമി അതായത് സന്തോഷയും അമര, ഈ രണ്ടുപേരെയാണ് രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഹിന്ദു സമുദായത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു. അവരെ അതിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഭാഗമാക്കില്ല എന്ന് പറഞ്ഞവർക്ക് അവരുടെ സമുദായത്തിൽ നിന്ന് വിലക്കേൽപ്പിച്ചു. പക്ഷെ അത് അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അവർക്ക് ഇറ്റ് ഇസ് നോട്ട് ആസ് പെർ ദെയർ ഡിസയർ, അവരുടെ ആഗ്രഹപ്രകാരം സംഭവിച്ച കാര്യമല്ല. പക്ഷേ അവർ ബൈ ഫോഴ്സ് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അറിയാമല്ലോ, രാജാക്കന്മാരുടെ ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സോ അങ്ങനെ അവരെ ശക്തി ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് അവരെ അവരുടെ കൂട്ടത്തില് കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം അവർ ഗ്രാജുവലി ദേ ബിക്കേം പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഹുസൈൻ ഷാ. ഹുസൈൻ ഷായുടെ ഫിനാൻസ് മിനിസ്റ്ററും അതിനു മുമ്പ് ഇവരുടെ പേര് മാറ്റി, സന്തോഷയും അമരയും എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് സാഗരമല്ലികയും ഡാബർ ഖാസിയും എന്ന് പറയുന്ന രണ്ട് പേര് ആണ് അവർ സ്വീകരിച്ചത്. കാരണം അവരുടെ ഇത് പറയില്ലേ, നമ്മുടെ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചതിന് ശേഷം they joined the മുസ്ലിം ഫാമിലിയിലേക്ക് മാറി. അങ്ങനെ അദ്ദേഹം ചീഫ് മിനിസ്റ്ററും റവന്യൂ മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ അവരെ സാഗരമല്ലിക, അതാണ് സാഗരമല്ലിക സനാതന ഗോസ്വാമി, ദർ ഇസ് അമര, ആൻഡ് ദെൻ ഡാബർ ഖാസി രൂപ ഗോസ്വാമി, വിച്ച് ഇസ് സന്തോഷ. സന്തോഷ became the chief minister and Santosha became the chief minister and Amara becomes the revenue minister or finance minister. അങ്ങനെ ഈ രണ്ട് പൊസിഷൻസ് ആണ് അവര് ഓക്യുപ്പൈ ചെയ്തത്. സോ അതിനുശേഷം പക്ഷെ അവരുടെ മനസ്സിൽ അപ്പോഴും വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്നുള്ള ആഗ്രഹം, തീവ്രമായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് മഹാപ്രഭുവിനെ കുറിച്ച് ഇവരറിയാനിടയാകുന്നത്. മഹാപ്രഭു വന്നിട്ടുണ്ട് എന്നും, അല്ലെങ്കിൽ ബംഗാൾ ഏരിയയിലൊക്കെ അല്ലെങ്കിൽ നവദ്വീപിലൊക്കെ മഹാപ്രഭു സങ്കീർത്തന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരണങ്ങൾ ഇവരറിയുകയും അങ്ങനെ അറിഞ്ഞ് അവര് മഹാപ്രഭുവിന് ഒരു ലെറ്റർ എഴുതുകയാണ്. അങ്ങനെ ലെറ്റർ എഴുതി രൂപ ഗോസ്വാമി അല്ലെങ്കിൽ സന്തോഷ എന്ന് പറയുന്ന വ്യക്തി, ഡാബർ ഖാസി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ലെറ്റർ എഴുതുകയും അങ്ങനെ അവര് രാംകേളിയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് രൂപ ഗോസ്വാമി അല്ലെങ്കിൽ സന്തോഷയും അല്ലെങ്കിൽ ഡാബർ ഖാസിയും സാഗരമല്ലികയും മഹാപ്രഭുവുമായിട്ട് മീറ്റിംഗ് അവർ വെച്ച് ആദ്യമായിട്ട് രാംകേളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് മഹാപ്രഭുവിനെ ആദ്യമായിട്ട് കാണുന്നത്. സോ അങ്ങനെ അവിടെ വെച്ച് ആ മീറ്റിംഗിൽ വെച്ച് തന്നെ മഹാപ്രഭു തന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിന് നിങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകും എന്ന് മഹാപ്രഭു അവിടെ രൂപ ഗോസ്വാമിക്ക് അല്ലെങ്കിൽ സന്തോഷ അല്ലെങ്കിൽ ഡാബർ ഖാസിക്ക് ഗ്യാരണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ മഹാപ്രഭുവിന്റെ ഗ്യാരണ്ടി കിട്ടിയതിനു ശേഷം വീണ്ടും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു, ലെറ്റർ ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. സോ അതിനുശേഷം ഈ ഒരു മീറ്റിങ്ങിന് ശേഷം ഡാബർ ഖാസി, അതായത് രൂപ ഗോസ്വാമിയും മറ്റേ ശ്രീവല്ലഭ അല്ലെങ്കിൽ അതിന്റെ പേരെന്താണ്, അനുപമ, ഇവർ രണ്ടുപേരും അവിടെ നിന്ന് അവർ വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. അവർ പോകാനായിട്ട് ഉള്ള തീരുമാനം എടുത്തുകൊണ്ട് അവർ ജോലിയിൽ പിന്നെ പോകാതെ അവര് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷെ അപ്പൊ സനാതന ഗോസ്വാമി ഇവിടെ
നിൽക്കുകയാണ്. അപ്പൊ സനാതന ഗോസ്വാമി ഇവിടെ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും വൃന്ദാവനത്തിൽ പോയി. പക്ഷെ വൃന്ദാവനത്തിൽ ചെന്നപ്പോഴാണ് ഇവർ അറിയുന്നത് മഹാപ്രഭു അവിടെ നിന്ന് വിട്ട് ജഗന്നാഥ് പുരിയിലേക്ക് വന്നു എന്ന്. അങ്ങനെ ജഗന്നാഥ് പുരിയിലേക്ക് വന്നു എന്നറിയുമ്പോൾ അവർ വീണ്ടും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരും. സനാതന ഗോസ്വാമിക്ക് ലെറ്റർ എഴുതും, ഞങ്ങളെ വൃന്ദാവനത്തിൽ വന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വൃന്ദാവനത്തിൽ വന്ന് മീറ്റ് ചെയ്യണം എന്ന് പറയുകയും എന്നിട്ട് പറയും, എന്റെ സേവിങ്സിൽ നിന്ന് ഞാൻ 10,000 ഗോൾഡ് കോയിൻസ്, 10,000 ഗോൾഡ് കോയിന് ഞാൻ ഇന്നടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ആവശ്യപ്പെടുമെന്നുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് 10,000 ഗോൾഡ് കോയിൻ. ആലോചിച്ച്, നിസാര സംഭവമല്ലോ അല്ലേ? 10,000 ഗോൾഡ് കോയിൻ അദ്ദേഹം സന്തോഷ് അല്ലെങ്കിൽ ഡാബർ ഖാസി അവിടെ വെച്ചിട്ട് പോയി സനാതന ഗോസ്വാമി അല്ലെങ്കിൽ സാഗര മല്ലികയ്ക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി. അപ്പോഴത്തേക്ക് ഈ ഡാബർ ഖാസി ഒക്കെ പോയി എന്നറിഞ്ഞപ്പോ സാഗര മല്ലികയെ പിടിച്ച് ഹുസൈൻ ഷാ പിടിച്ച് ജയിലിലിടും. കാരണം അനുജൻ പോയതിന്റെ ശിക്ഷ എന്നോണം നിന്നെ ഇനി വിടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇദ്ദേഹത്തിനും പോകണമെന്ന് ആഗ്രഹമില്ല, ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അദ്ദേഹം തിരിച്ചെങ്ങനെയെങ്കിലും ചൈതന്യ മഹാപ്രഭുവുമായിട്ട് ജോയിൻ ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹത്തിലാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിടും. അങ്ങനെ ജയിലിലിട്ടതിന് ശേഷം ഈ ഇരുന്ന 10,000 ഗോൾഡ് കോയിൻ അവിടുത്തെ ഒരു ജയിലർക്ക് ബ്രൈബ് കൊടുത്തിട്ട്, ജയിലർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് സനാതന ഗോസ്വാമി അല്ലെങ്കിൽ സാഗർ മല്ലിക അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ രൂപഗോസ്വാമി അല്ലെങ്കിൽ രൂപഗോസ്വാമി വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി പ്രയാഗ്രാജിൽ വെച്ച് മുമ്പ് പറഞ്ഞ ദശാശ്വമേധ ഘാട്ട് എന്ന് പറയുന്ന ആ ഫേമസ് സ്ഥലത്തിൽ വെച്ചിട്ട്, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, എക്സ്ക്യൂസ് മീ, സോറി ഫോർ ദാറ്റ്. സോ അങ്ങനെ പ്രയാഗ്രാജിൽ വെച്ച് ദശാശ്വമേധ ഘാട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ആ 10 ദിവസം നീണ്ടു നിന്ന ഡിസ്കഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സച്ച് എൻ ഇലാബറേറ്റ് ഡിസ്കഷൻ. ചൈതന്യ ചരിതാമൃതത്തിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. സോ അതിനുശേഷം നമുക്ക് വിൽ സ്റ്റോപ്പ് ടുഡേ. കാരണം നമുക്ക് ഇന്ന് ഉദ്ദേശിച്ച് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഇനി ചൈതന്യ രൂപഗോസ്വാമി പ്രഭുപാദർ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് നമുക്ക് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി വിൽ എൻഡ് ദ സെഷൻസ് ടുഡേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എനിക്ക് കമന്റ്സ് ഉണ്ടോ? ഹരേ കൃഷ്ണ. വൺ ബൈ വൺ ഓരോരുത്തരായിട്ട് ചോദിച്ചിട്ട് കൈ ഉയർത്തിയിട്ട് ചോദിക്കുക. ഒരാളത്തെ ആരാണ് ചോദിക്കുന്നത്? ആരാണ് രാഖിൽ പോരാണ്? ഓക്കെ പ്രഭു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഈ രൂപഗോസ്വാമി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് ചോദിക്കുന്നത്? രാഖിൽ പോവാണോ ചോദിക്കുന്നത്? അല്ല, രാഖിൽ പോ. സുപ്രഭു, നമ്മളുടെ രൂപഗോസ്വാമി എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ എടുക്കുന്ന സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ഓരോ ആചാര്യന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീല രൂപഗോസ്വാമി എന്ന് പറയുന്നത് നമ്മളുടെ ആചാര്യ പരമ്പരയിലുള്ള ഷഡ് ഗോസ്വാമികൾ എന്ന് പറയുന്ന 6 ഗോസ്വാമികൾ. അവരാണ് നമ്മളുടെ ഈ കൃഷ്ണ കോൺഷ്യസ്നസ് പ്രവർത്തനങ്ങൾക്ക് ഒരു അടിത്തറ പാകിയത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഇന്ന് നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയത് ഈ 6 പേര് കൂടിയാണ്. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന വൃന്ദാവനം എന്ന് പറയുന്നത്
റീഡിസ്കവർ ചെയ്തത് ഈ 6 പേര് കൂടിയാണ്. സോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്ത 6 പേരുണ്ട്. അതാണ് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി എന്ന് പറയുന്ന 6 പേര്. ഗ്രാജുവലി പ്രഭു, എനിക്കറിയാം പ്രഭു ഇപ്പം ഓൾമോസ്റ്റ് ന്യൂ ആണ് ഇതില്, അതുകൊണ്ട് പ്രഭു പേരുകൾ ഫെമിലിയർ അല്ലാത്തത്. ഗ്രാജുവലി നമുക്ക് അതിനെക്കുറിച്ച് ഫെമിലിയർ ആകും. പക്ഷേ 6 പേര് ഇതൊന്ന് ഓർത്തിരിക്കുക: രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി. ഇതിൽ രഘുനാഥ ദാസ ഗോസ്വാമി എന്ന് പറയുന്ന ആ ആചാര്യനുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു നമ്മൾ വർക്കലയിൽ പോയി സെലിബ്രേറ്റ് ചെയ്ത പാനിഹട്ടി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. അതാണ് രഘുനാഥ ദാസ ഗോസ്വാമി. സോ ഇങ്ങനെ 6 ഗോസ്വാമികളുള്ളതിൽ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന വ്യക്തിയാണ് രൂപ ഗോസ്വാമി. ആ രൂപ ഗോസ്വാമി പ്രഭുപാദിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ പ്രഭു? ഓക്കെ, താങ്ക് യു. ഓക്കെ, അശോക മാതാജി ഹരേ പ്രഭു. കൃഷ്ണ പ്രഭു. ഒരു മിനിറ്റ്. അശോക മാതാജി ചോദിക്കട്ടെ, പ്രദീപ് പ്രഭു ഒരു മിനിറ്റ്. അശോക മാതാജി ചോദിച്ചിട്ട് പ്രദീപ് പ്രഭു ചോദിക്കാം. ഹരേ പറഞ്ഞു. കൃഷ്ണ പ്രഭു. അപ്പൊ ഇദ്ദേഹത്തിനെ ജയിലിൽ പിടിച്ചിടാനുള്ള കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരി. എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഓൾറെഡി രൂപഗോസ്വാമി പോയി. രൂപഗോസ്വാമി പോയപ്പോ ഇദ്ദേഹവും സനാതന ഗോസ്വാമിയും പോകും എന്ന് ഹുസൈൻ ഷായ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് പിടിച്ചിട്ടിട്ട് മ്യൂട്ടിൽ ഹരേ കൃഷ്ണ, എല്ലാരും മ്യൂട്ടിൽ ഇരുന്നട്ടെ, എല്ലാരും മ്യൂട്ടിൽ ഇരുന്നാട്ടെ ദയവായിട്ട്. പ്രദീപൻ പ്രഭു മ്യൂട്ടിൽ ഇരുന്നട്ടെ. ഓക്കെ. സോ സനാതന ഗോസ്വാമിയെ പിടിച്ചിട്ടിട്ട് അവര് എന്താ പറയാ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു. രൂപ ഗോസ്വാമിയോട് വരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള, ഞാൻ അതത്ര ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെന്നേ ഉള്ളൂ. സോ അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ രണ്ടുപേരും പിടിച്ച് അവിടെ തന്നെ നിർത്താനുള്ള പ്രയത്നത്തിലായിരുന്നു ഹുസൈൻ ഷാ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ പിടിച്ചത്. ഓക്കെ മാതാജി? ഓക്കെ പ്രഭു. അപ്പൊ രൂപഗോസ്വാമിയാണ് അപ്പൊ പൈസ 10,000 ഗോൾഡ് കോയിൻ കൊടുത്തത് അല്ലേ? 10,000 ഗോൾഡ് കോയിൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പൈസ ജയിലർക്ക് ബ്രൈബ് ചെയ്തിട്ട് ഒളിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, പ്രദീപൻ പ്രഭു. സോറി പ്രഭു, പറഞ്ഞിട്ട് പോകും. ഓ, ഞാനിപ്പോ അല്പസമയം കണ്ടേ ഉള്ളൂ. എന്താ പ്രഭു? അല്പസമയം കണ്ടേ ഉള്ളൂ, തുടക്കത്തെ കണ്ടിട്ടില്ല. അപ്പോ ഈ ഏത് കാലഘട്ടത്തിലാണ് ഇത് നടന്നത്? 1400, 1460, 70, 80, 90 കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യരാണ് ഇവരെല്ലാം. ചൈതന്യ മഹാപ്രഭു നേരിട്ട് കണ്ടിട്ടുള്ള 1500-കളിലല്ലേ ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്നത്. അതായത് ഇന്ന് നോക്കിയാൽ 500 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ 1490 മുതൽ 1520 വരെ, 1510 അങ്ങനെ ആ സമയത്താണ് ഞാൻ പറഞ്ഞ ഈ ഹുസൈൻ ഷാ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് നടന്ന സംഭവം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സാക്ട്ലി. ഓക്കെ പ്രഭു? സാമിന്റെ സ്ഥലം, പ്രഭുവിന്റെ സ്ഥലം ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ. ഓക്കെ. വെസ്റ്റ് ബംഗാളും പിന്നെ ഭാരതം ഒരുമിച്ച്, ബംഗ്ലാദേശും ബംഗാളും എല്ലാം ഇതെല്ലാം ഭാരതം ഒരുമിച്ചായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഏരിയയിലാണ് നടന്നത് സംഭവം. അതിലിപ്പോ ഇന്ന് ഞാൻ പറഞ്ഞതിൽ ജസോർ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ബംഗ്ലാദേശിലാണ്. പക്ഷെ അന്ന് നമ്മൾ ഭാരതത്തിന്റെ കൂടെ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രണാം പ്രഭു. പ്രഭു 2 ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞില്ലേ? ഒന്ന് വാസുദേവ സർവഭൗമ ഭട്ടാചാര്യ, ഇനിയൊരാളുടെ പേര് വാസുദേവ സർവഭൗമ ഭട്ടാചാര്യയും വിദ്യാവചസ്പതി. വിദ്യാവചസ്പതി. ഓക്കെ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി പ്രണാമം. പ്രഭുജി ശ്രീ വല്ലഭ ഭട്ടാചാര്യ. ശ്രീവല്ലഭ ഭട്ടാചാര്യ, ശ്രീവല്ലഭ എന്ന് പറയുന്നത് രൂപ ഗോസ്വാമിയുടെ ഇളയ അനിയനാണ്. അവരും കൂടെ വന്നിട്ടില്ല. പിന്നീട് അവര് വൃന്ദാവനത്തിൽ പോയപ്പോ അവർ ഒരുമിച്ചാ പോയത്. വൃന്ദാവനത്തിൽ ഒരുമിച്ചാ പോയതല്ലേ? പിന്നീട് അദ്ദേഹം അനുപമ എന്നിട്ടല്ല 3 പേര് ഒരുമിച്ചാ പോയത് വൃന്ദാവനത്തില്. പ്രഭു അതെ അവരെല്ലാം ഒരുമിച്ച്. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഞാനിവിടെ വേറൊരു സ്ഥലത്താണ്. അപ്പൊ എനിക്കിവിടെ വേറൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാളെ രാവിലെ ഒരു ഹോമം ചെയ്യാനുണ്ട്.
കൃഷ്ണ അപ്പൊ അതിന്റെ കൃതജ്ഞത ആവശ്യം. പറഞ്ഞോട്ടെ പ്രഭു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹരേ കൃഷ്ണ കൃഷ്ണ. ഇന്ന് നമുക്ക് ഗോസ്വാമിമാരെ കുറിച്ചുള്ള ക്ലാസ് നൽകിയത് ഹിസ് ഗ്രേസ് അതിയന്ത്ര ഗോവിന്ദദാസ് പ്രഭുവാണ്. പ്രഭുവിനെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഒരു തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിൽ പങ്കെടുത്ത ഭക്തന്മാരുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി ഒരു തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സോണിനെസ് ഗുരുമഹാരാജിന് വേണ്ടി 3 തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ തവണ വൈഷ്ണവ പ്രണാമന്ത്രം. अनंतकोटि वैष्णव वृंद की जय, प्रभुपाद की जय, महाराज की जय, जय गौर प्रेमानंदे हरि हरि। कृष्ण प्रभु जी प्रणाम। हरे कृष्ण, थैंक यू प्रभु जी, हरे कृष्ण, थैंक यू। താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. നേരത്തെ തുടങ്ങി, 7:30 തുടങ്ങി. 7:30 കൃഷ്ണ എന്റെ ചെയ്തോട്ടെ. യെസ് പ്രഭു.